നയനയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയന അനന്തപുരിയിൽ നിന്ന് പോയതുകൊണ്ട് നമ്മൾ അഭിക്കും ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അവന്തികയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഒരു മരണ വീടായിട്ട് കിടക്കുക, എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ഇരിക്കും, അപ്പോൾ നിങ്ങളൊക്കെ പോയി അവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഇവിടെ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അഭി പറയുന്നുണ്ട്, അമ്മ ഇവിടെ അടുത്തൊരു കാര്യം പറയല്ലേ, ഇവളാണെങ്കിൽ എന്ത് വേണമെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അവന്തികയാണെങ്കിൽ നമ്മൾ അഭിയെടുത്താണെങ്കിലും ജലജയെടുത്താണെങ്കിലും ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും കാണിക്കാൻ വേണ്ടിയൊക്കെയാണ്. അപ്പം നമ്മൾ അവന്തികയാണെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ട് ഇപ്പോൾ അവരെ വിശ്വസിപ്പിക്കണ്ടേ, അപ്പോൾ അതിനൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ അവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ നയനയും കൊണ്ടിട്ടാണെങ്കിലും ദേവ്യാനിയും ജയനും ആണെങ്കിലും നേരെ ആദർശിൻ്റെ അടുത്തോട്ട് പോകുന്നു. ആദർശാണെങ്കിൽ ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് പകരം നിങ്ങൾ ആരാണെങ്കിലും അവിടെ പോയാലും ഈ ചതി നിങ്ങൾക്കും സംഭവിക്കും, നമ്മൾ തകർക്കാൻ വേണ്ടി ഒരാൾ ഒരുമ്പിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ അതിനല്ലേ ശ്രമിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ദേവ്യാനി അടുത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ആദർശ് ദേവ്യാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ സഹായിക്കാനാണെങ്കിൽ കല്യാണിയും ഉണ്ട്, കിരണും ഉണ്ട്, പിന്നെ അതുപോലെ നന്ദും ഉണ്ട്, ഇപ്പോൾ ഇവളും കൂടെ വന്നില്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇനി എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ തകർക്കാൻ ആരാ ശ്രമിച്ചതെന്നൊക്കെ എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കണം അമ്മേ, അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ ആദർശാണെങ്കിൽ ദേവ്യാൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.